ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് താൽക്കാലിക ജീവനക്കാരനെതിരെ നൽകിയ പരാതിയിലെ എല്ലാ ആരോപണങ്ങളും ജില്ലാ അപ്രൈസറി കമ്മിറ്റി ശരിവച്ചു. രേഖകൾ പരിശോധിച്ചും ഭരണസമിതി അംഗങ്ങൾ, മുൻ സെക്രട്ടറിമാർ, നിലവിലെ ജീവനക്കാർ, ആദിവാസി മൂപ്പന്മാർ എന്നിവരിൽ നിന്ന് മൊഴിയെടുത്തും തെളിവ് ശേഖരിച്ച ശേഷമാണ് അപ്രൈസറി കമ്മിറ്റി തീരുമാനത്തിലെത്തിയത്. ജനപ്രതിനിധികൾ, ജീവനക്കാർ എന്നിവർക്ക് ഗവേണൻസുമായി ബന്ധപ്പെട്ട് പരിശീലനം നൽകണമെന്ന സർക്കാർ നിർദ്ദേശം പാലിച്ചില്ല. പ്രസിഡന്റ്, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഹെഡ് ക്ലർക്ക് എന്നിവരുടെ അനുമതിയില്ലാതെ ഇവരുടെ പാസ്വേഡ് ഉപയോഗിച്ചും സെക്രട്ടറി നൽകിയ കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകാതെയും ധിക്കാരപരമായ നിലപാടാണ് താൽക്കാലിക ജീവനക്കാരൻ സ്വീകരിച്ചത്. അധികാര ദുർവിനിയോഗം നടത്തി പഞ്ചായത്തിന് ലക്ഷങ്ങൾ നഷ്ടം വരുത്തി. ഇങ്ങനെ ഇയാൾക്കെതിരെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. അപ്രൈസറി കമ്മിറ്റി നൽകിയ കുറ്റാരോപണ മെമ്മോയ്ക്ക് പോലും മറുപടി നൽകാനും ഇയാൾ തയ്യാറായില്ല. ആദിവാസികളുടെ വീടുകളും 2 ആദിവാസി ഉന്നതികളിലെ സാംസ്കാരിക നിലയങ്ങളും നിർമ്മാണം പൂർത്തിയാക്കാതെ മുഴുവൻ തുകയും മാറിയെടുത്തത് ഈ ജീവനക്കാരനാണ്. മറ്റൊരാളുടെ പേരിലാണ് ഇയാൾ കരാറെടുത്ത് ആദിവാസികളെ വഞ്ചിച്ചത്. നിശ്ചിത സമയത്ത് പ്രോജക്ട് സമർപ്പിക്കാതെ 2 കോടി രൂപ പഞ്ചായത്തിന് നഷ്ടമുണ്ടാക്കി. പ്രവർത്തന സമയം കഴിഞ്ഞ് ഓഫീസിലിരുന്ന് മദ്യപിച്ചു തുടങ്ങി നിരവധി പരാതികളാണ് താൽക്കാലിക ജീവനക്കാരൻ ബിബിനെതിരെ അപ്രൈസറി കമ്മിറ്റിക്ക് മുമ്പിൽ നിരത്തിയത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഇടുക്കി വിഷനാണ്. അപ്രൈസറി കമ്മിറ്റി തീരുമാനം 26-ന് ചേരുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഇടുക്കി വിഷനോട് പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.